കാണണം. മുടി കാണിച്ച്. എനിക്ക് അഴിച്ച് കാണിച്ച മുടി. കെട്ടുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ, അഴിച്ച് കാണിച്ചു. മച്ചി, ഈ മൂത്ത മോനില്ലയോ? മൂത്ത മോൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കൂ, ഉറപ്പല്ലേ? ഇന്നോട്ട് അടിയും ബഹളമൊക്കെ കുറയും. ദൂതാ പറയുന്നത്. ബ്രദറെ, ദൈവപ്രവൃത്തി വെളിപ്പെടുവോ? വെളിപ്പെടുവോ? വിശ്വാസമുണ്ടോ? എന്നാ എഴുന്നേറ്റോ. കൂടെ ആരാ ഉള്ളേ? ഇതാരാ? ഹസ്ബൻഡ് എന്തേ? മുടിയുള്ള ആള് ഇല്ലയോ? മുടിയാണോ? ബാബാ, മുടിയുള്ള ആളിനെ ഞാൻ നോക്കി വെച്ചാ കറക്റ്റ് പൊക്കിയത് നമ്മളെ. വാ വാ, രക്ഷപ്പെട്ടെന്ന് ഓടി വാ. ഇന്ന് മുടിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവാൻ പോവാ. നിങ്ങൾ കൈയിട്ട് ദൈവത്തിന്റെ സ്തോത്രം പറയാം. ജീവിതം മാറാൻ പോവാ. മാറും. ഇന്ന് മാറും. നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ സ്ഥിതിഗതികൾ മാറാൻ പോവാ. ഏറെ നാൾ കൊണ്ട് ഈ അമ്മ കരയുന്നൊരു കരച്ചിലുണ്ട്. അത് ദൈവത്തിൻ്റെ അടുത്തുണ്ട്. ഈ രാവിലെ അതിന് മറുപടി ദൈവം നിങ്ങളുടെ വീട്ടിലോട്ട് തരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ, എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ആ കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് അടമന ഹസത്തന ബൗഡപ്രഭന രേതകന ഘടക സന്ദര. ഒത്തിരി കരഞ്ഞില്ലേ? അമ്മച്ചിയുടെ പേരെന്തുവാ? മോളി. അമ്മച്ചിക്ക് എത്ര പിള്ളേരാ? ഇത് എത്രാമത്തെ ആളാ? മൂത്ത മോനാ. അമ്മച്ചി, ഈ മൂത്ത മോനില്ലയോ? മൂത്ത മോൻ അനുഗ്രഹിക്കപ്പെടും. ബെസ്ലി, ഞാൻ പറഞ്ഞ ഇടപാടെല്ലാം നിർത്തും. ഇനി അതൊന്നും വേണ്ട. നിർത്തുമല്ലോ. ഇനി നമ്മൾ തുടങ്ങത്തില്ല. കൂട്ടുകാരെ വിളിച്ചാലും വേണ്ട. പറ. ഇല്ല. നമ്മുടെ പ്രശ്നമൊക്കെ മാറും. വീട്ടിൽ സമാധാനമൊന്നുമില്ല. മൊത്തത്തിൽ പ്രശ്നം. എത്ര ബോട്ടാ ഉള്ളേ? 3 ബോട്ട്. ബോട്ട് ഓടത്തില്ലയോ? ഓടാൻ പോവാ. നിങ്ങളുടെ സ്ഥിതി മാറാൻ പോവാ. കടമല്ലേ? കടം വിടും. കണ്ട, ഇങ്ങനെയൊക്കെ മസിൽ പിടിച്ച് നിൽക്കുന്നെങ്കിലും ആള് ഭയങ്കര പാവാ. ഈ മസിലൊക്കെ ഉള്ളൂ. ഹൃദയത്തിൽ ഭയങ്കര വേദനയുണ്ട്. അകത്ത് മദ്യത്തെ കൈവശം കൊടുത്ത മുടിയാൻ ഈ അമ്മയുടെ പ്രാർത്ഥനയില്ലേ? ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട്. സഭയൊന്ന് കൈയടിച്ച ദൈവത്തിന് ഉറച്ചൊരാമീൻ പറയാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ഒരുമിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. അടമാനപച്ചസിയ ഹൗഡമനക രേതകനഘടക ശൈഡമനഘടക രേതൽ പ്രഭനഘടക ശംബരാധന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം എന്നോട് പറയുക, നിനക്ക് പാർട്ട്ണർഷിപ്പിലല്ല, സ്വന്തമായിട്ട് ബോട്ട് ദൈവം തരും. യേശുവിന് വേണ്ടി നിൽക്കുമല്ലോ. ഇനിയും വെള്ളം അടിക്കരുത്. പറ. ആവശ്യമില്ലാത്ത ഒരു ബന്ധവും വേണ്ട. നിർത്തൂല്ലേ? ഇന്ന് നിർത്തണം. നിർത്തും. സന്തോഷമായല്ലേ? പ്രാർത്ഥിക്കണം. വഴക്കുണ്ടാക്കല്ലേ? ഇല്ല. ഇന്ന് നിർത്തിയേക്കണം വഴക്ക. നിർത്തൂല്ലേ? ഇങ്ങനെ സമ്മാനം കൊടുക്കണം. സമ്മാനം കൊടുക്കത്തില്ലയോ? സമ്മാനം കൊടുക്കണം. ഇന്ന് വീട് രക്ഷപ്പെടും കേട്ടോ. ബെസ്ലി ബ്രദറെ, ഞാൻ ശരിക്കും നിങ്ങളെ കണ്ടോണ്ട്, എനിക്ക് നിങ്ങൾ ആരാന്നൊന്നും അറിയത്തില്ല. പക്ഷെ നിങ്ങളെ കണ്ടോണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങളെ പൊട്ടിച്ചു കളയാൻ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ നടുവിലാ നിങ്ങൾ നിൽക്കുന്നേ. തമ്പുരാൻ നിങ്ങളെ ഉയർത്താൻ പോകയാ. നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറാൻ പോവുക. സഭയൊന്ന് കൈയടിച്ച് യേശുവേ ലംബനിയ രമപ്രഭന ഘടക സന്ദര. എനിക്ക് നിങ്ങളുടെ എല്ലാ കാര്യവും കൂടെ മൈക്കിൽ കൂടെ പറയാൻ പറ്റുന്നതിന് അത്രയും പറയും. എനിക്ക് മുടി കാണണം. മുടി കാണിച്ചേ. എനിക്ക് അഴിച്ച് കാണിച്ച മുടി. കെട്ടുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ, അഴിച്ച് കാണിക്കും. എനിക്ക് ആണുങ്ങൾക്ക് മുടിയുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കോ വളർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വളർത്തിക്കോ എന്ന് ഞാൻ പറയത്തില്ല. എടുക്ക് മുടി കാണട്ടെ. നിൽക്കി. കണ്ടോ? നീ എടുത്തിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടല്ലോ. മുഖം എടുത്തേക്കണം. ബോട്ടുകാർ കാണട്ടെ. എടുത്തോടുത്തോ. കെട്ടിക്കും. ഇനി അടിക്കാൻ എവിടെയും പോയാൽ ദൈവം ഇടിച്ചു കളയും. കൂമ്പിന് തുടത്തില്ലല്ലോ. എനിക്ക് നിങ്ങളെ വിശ്വാസം. നിങ്ങൾ പറഞ്ഞ ഡി അഡിഷൻ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ഞാൻ ഇതിനേക്കാളും വലിയ ഫീൽഡിൽ ഞാൻ അടിക്കുമോ? ഇല്ല.
ഒരു വീട്ടിലും വേണ്ട. നമ്മുടെ എനിക്ക് മനസ്സിലായി. നമ്മൾ പിന്നെ താമസിക്കുന്ന വീടില്ലേ, സ്വന്തമാണ്. നമുക്കെന്തോ ഉണ്ട്? നമുക്കൊന്നുമില്ല. യേശു മാത്രമേ ഉള്ളൂ, അല്ലയോ? സ്നാനപ്പെട്ടാണ്, സ്നാനപ്പെട്ടു, രണ്ടുപേരും സ്നാനപ്പെട്ട, ഗുണമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 6 വർഷമായി. ഇവർക്ക് എത്ര വയസ്സായി? ദൈവം തന്ന, അല്ലേ? ദൈവത്തിൻ്റെ ദാനം. ഇവള് യേശുവിൻ്റെ ആളായിട്ട് മാറും. നിങ്ങളുടെ സ്ഥിതിയെല്ലാം മാറും. വെസ്ലിബല അനുഗ്രഹിക്കപ്പെടും. ബ്രദറെ, പാർട്ട്ണർഷിപ്പിലല്ലാതെ നിങ്ങളുടെ സ്വന്തം പേരിൽ നിങ്ങൾക്കൊരു ബോട്ട് കിട്ടും. ആ ബോട്ട് ഞാൻ വന്ന് കയറും. ഞങ്ങളെല്ലാവരും കൂടെ ഒരു പരസ്യോദയ നടത്തും. നിങ്ങളിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. കാര്യം നിങ്ങളിൽ ഒന്നുമില്ല. നിങ്ങളുടെ ബാധ്യതയുടെ മണ്ടയ്ക്ക നിങ്ങൾ ഉള്ളിച്ചിരിക്കുക, ഇതെങ്ങനെ നടക്കുമെന്ന്. പക്ഷെ ഞാൻ പറയുക, ഇത് നടക്കാൻ പോവാ. നിങ്ങളുടെ അധ്വാന ഫലമെല്ലാം ഇല്ലാതാക്കിയ ഒരു ദുഷ്ടശക്തിയുണ്ട്. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാരും കൂടെ ഒന്ന് സ്തോത്രം ചെയ്തേ. ബ്രദറെ, ഒരു സമയം തൊട്ട് നിങ്ങളുടെ തൊടുന്നിടമെല്ലാം നഷ്ട. അങ്ങനെ ഒരു പോരാട്ടം ഉണ്ട്. സത്യം, ഇന്ന് രാവിലെ അത് മാറും. എന്നിട്ട് ദൈവം നിങ്ങളുടെ അവസ്ഥ മാറ്റും. അതിനുവേണ്ടി ദൈവം ഒരു പുതിയ പോംവഴി നിങ്ങൾക്ക് ചെയ്യും. അത് ഇന്ന് രാവിലെ തുടങ്ങാൻ പോവാ ദൈവം. 3 കാര്യങ്ങളാ ദൈവം ആവശ്യപ്പെടുന്നത്. നിങ്ങൾ അവിടെ ഏത് ചർച്ചിലാ പോകുന്നത്? നിങ്ങൾ പോകുന്നുണ്ടോ? ഇപ്പൊ പോകുന്നില്ല. എത്ര നാളായി പോയിട്ട്? 3.5 വർഷമായി. പെന്തിക്കോസിലായിരുന്നോ? ഗൾഫിൽ വെച്ച് സ്നാനപ്പെട്ട, പിന്നെ പോയില്ല. ഏത് സഭയിലാ പൊക്കോണ്ടിരുന്നേ? എബനേസർ IPCയിലാ. 3.5 വർഷമായി പോയിട്ട്. പാസ്റ്റർമാർ വന്ന് തിരക്കൊന്നും വന്നില്ലേ? ഒരു പ്രാവശ്യം വന്നു, ദൈവം വരത്ത് പോകത്തില്ല. എനിക്ക് മനസ്സിലായി. പോന്നില്ല. ആരാധന റീസ്റ്റാർട്ട് ചെയ്യണം. ഇല്ല, നമ്മളൊരു ആരാധന ആലപ്പുഴ തുടങ്ങും. നിങ്ങൾ കൈയടിച്ചൊരു സ്വോത്രം പറ. അതുകൊണ്ട് ആരാധന തുടങ്ങണം. ഭാര്യയും ഭർത്താവും കൂടെ ആരാധനയ്ക്ക് പോകണം കേട്ടോ. എവിടെയും പോകണം. അവിടെ പോകണമെന്ന് ഞാൻ പറയത്തില്ല, എവിടെയും പോകണം. നല്ല ജീവനുള്ള ആത്മാവുള്ള ഒരാരാധനയ്ക്ക് പോകണം ഭാര്യയും ഭർത്താവും. ഇന്ന് ഒന്നുകിൽ ഈ ഞായറാഴ്ച ഇവിടെ വരണം, അല്ല വേറെ എവിടെയും പോകണം. സ്നാനപ്പെട്ടോരാ. 2, ഇനിയും വെള്ളത്തെ തൊട്ടേക്കല്ല. ഇല്ലല്ലോ, ഇല്ല. ദൈവം എല്ലാം തിരിച്ചു വരും. സ്വന്തം വീട് തരും. ഒരാമീൻ പറ. ഇതൊക്കെ കേൾക്കുന്നത് അത്ഭുതത്തോടാ. ഇതൊന്നും നടക്കുമെന്നൊരു പ്രതീക്ഷയ്ക്കും ഒരു വകയുമില്ല. ഇനി എന്തേലും ചെയ്യണേ സ്വർഗത്തിലെ ദൈവം നൂലെ കെട്ടി ഇറക്കി തരണം, എന്നാലേ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു ദൂത് ഞാൻ പറയുക, എല്ലാം മടങ്ങി വരും. ഭർത്താവ് പോരായോ? പോരെ? വീട്ടിപ്പാല് തല്ലി പൊട്ടിച്ചോ? പുള്ളി തല്ലി പൊട്ടിച്ചു. ഇന്ന് നമ്മളൊരു തീരുമാനം എടുത്തിട്ട് പോകണം. എനിക്കെല്ലാം പറയാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെ പറയുന്നത്? ഞാൻ തീരുമാനം എടുത്തിട്ട് പോകണം. കർത്താവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കൂ? ഉറപ്പല്ലേ? ഇന്നോട്ട് അടിയും ബഹളമൊക്കെ കുറയും. ദൂതാ പറയുന്നത്. കർത്താവ് എന്നോട് പറയുക. നിങ്ങൾ വിചാരിച്ചോ ഞാൻ ശരിക്കും നിങ്ങളെ ഞാൻ എഴുന്നേൽപ്പിച്ചേനെ? പക്ഷേ എന്നോട് കർത്താവ് പറഞ്ഞു, ഇവരെ വേണം. ഈ അമ്മയുടെ കരച്ചിൽ ദൈവത്തിനടുത്തുണ്ട്. അമ്മേ, ഈ മോൻ രക്ഷപ്പെട്ടിരിക്കും. നീ ദൈവത്തിന്റെ മുമ്പിൽ വാരി ഒഴുക്കിയ കണ്ണുനീര് അത്രയുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവം എന്നോട് പറയാ, നീ ജീവിച്ചിരിക്കുമ്പോ തന്നെ ദൈവം അതിന് നിനക്ക് മറുപടി തരാൻ പോവാ. നീ എവിടെ വെച്ച് കരഞ്ഞോ അവിടെ വെച്ച് ദൈവത്തിന്റെ മാന്യത നിന്റെ കൂടാരത്തിൽ ഇന്ന് രാവിലെ വെളിപ്പെടാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറയാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ബ്രദറെ, നിങ്ങൾ രണ്ടുപേരോടൊന്ന് മുട്ടുകുത്തി. എല്ലാരും ഇവർക്ക് നേരെ കൈ ഒന്നൂട്ടി പിടിച്ച്, കർത്താവേ ഈ മക്കളെ രണ്ടുപേരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
ഞങ്ങളുടെ കുഞ്ഞിനെ സമർപ്പിക്കുന്നു. അവർ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, ദൈവകൃപയോടെ കഴിയട്ടെ. യേശുവിന് വേണ്ടി നിൽക്കട്ടെ. കർത്താവ്, ഇവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരിച്ചു കൊടുക്കണേ. ഇവർ തകർന്നു പോകാൻ, ഇവർക്കെതിരെ വ്യാപരിക്കുന്ന ആധിപത്യങ്ങൾ, ഇവരുടെ കുടുംബത്തിലെ അസമാധാനക്കേടുകൾ എല്ലാം ഇന്ന് രാവിലെ മാറട്ടെ. യേശുവിൻ്റെ അത്ഭുതം ഇവരുടെ മുമ്പിൽ വെളിപ്പെടാൻ ദൈവം സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. സിസ്റ്ററെ പോയിരുന്നോ? ഐ ബ്ലസ്. അമ്മച്ചി പോയിരുന്നോ?